2 മാസത്തോളം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഗസയിൽ തകർന്നത് 18,000-ലേറെ വസതികളാണ്. എണ്ണമറ്റ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സർക്കാർ കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയും തകർക്കപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത് $4 ബില്യൺ നഷ്ടമെങ്കിലും ഗസക്ക് സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കെയ്റോയിൽ നടന്ന സഹായരാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ ഗൾഫിന്റെ സജീവ പങ്കാളിത്തം തന്നെയാണ് ഉണ്ടായത്. പുനർനിർമ്മാണത്തിനായി ഖത്തർ മാത്രം $1 ബില്യൺ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സമീപകാലത്ത് ഒരു അറബ് രാഷ്ട്രം പ്രഖ്യാപിക്കുന്ന ഏറ്റവും ഉയർന്ന തുക കൂടിയാണിത്. UAE, കുവൈത്ത് എന്നിവ $200 മില്യൺ ഉറപ്പു നൽകി. സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഗണ്യമായ തുക ഗസക്ക് വേണ്ടി മാറ്റിവെക്കും. ഗൾഫ് റെഡ് ക്രസന്റ് വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് ഗസയിൽ നടന്നുവരുന്നത്. ഹമാസ്, ഫതഹ് വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ട സഖ്യവും ഐക്യ സർക്കാരും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത പകരും. ഹമാസ് പങ്കാളിത്തത്തോടെയുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഹമാസുമായി കൈകോർത്തുകൊണ്ടുതന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കുന്നു. ഫതഹിന്റെയും ഹമാസിന്റെയും നേതാക്കൾ സംയുക്തമായി ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിൽ പര്യടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. MC നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്.